ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മൾ എമ്പുരാൻ കാണാൻ പോവാണ്. അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയില്ലെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ ഷോ കാണാൻ പോകും. ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ, എങ്ങനെയുണ്ട്, എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയുണ്ട് പടം. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഭയങ്കര ഒരു ഇതുണ്ട്. കൊള്ളാം, വേണ്ട നീ വീഡിയോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഡേ എമ്പുരാൻ കണ്ട് വീട്ടിൽ വന്നേ ഉള്ളൂ. ഈ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ വിചാരിച്ചു ഇപ്പൊ തന്നെ ഈ വീഡിയോ ചെയ്യണമെന്ന്. കാരണം നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു എക്സൈറ്റ്മെന്റിൽ ആ കണ്ടുവന്ന ആ ഒരു ഇതില് നമ്മൾ വിചാരിച്ചു ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്ന്. അങ്ങനെ മൂവി കണ്ടു, അടിപൊളി മൂവി, ഭയങ്കര ഇഷ്ടമായി അല്ലേ. ഇതൊരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. 3 hours ഞങ്ങൾ പോയതേ അറിഞ്ഞില്ല. ഫുൾ എക്സൈറ്റ്മെന്റ്, ഗൂസ് ബംസ്, അടിപൊളിയായിരുന്നു. നമ്മൾ എൻഗേജ് ആയിട്ട് ഇരുത്താൻ പറ്റുന്ന എല്ലാ മൂവിയിലുണ്ട്. അതുപോലെ മലയാള ഇൻഡസ്ട്രീനെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയേക്കാണ്. കൊള്ളാം, അടിപൊളി. അതില് ആക്ടിങ് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഫേവറേറ്റ് ആക്ടേഴ്സ് എല്ലാവരും ഉണ്ട് അതില്. അവരൊക്കെ അടിപൊളിയായിട്ട് ആസ് യൂഷ്വൽ തന്നെ പറയാം, ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര അടിപൊളി. അതായത് എല്ലാവർക്കും ആ ഒരു സ്പേസ് ഉണ്ട് ആക്ട് ചെയ്യാനുള്ള. ഭയങ്കര അടിപൊളി. അത് അവർ ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യരും ടൊവിനോയും. പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ആസ് യൂഷ്വൽ അടിപൊളി, പവർ പാക്ക്. പിന്നെ പൃഥ്വിരാജിന്റെ ഡയറക്ടർ ബ്രില്യൻസ് പറയാതിരിക്കാൻ വയ്യ. ഹെലികോപ്റ്റർ സീൻ അതൊക്കെ പക്ക അടിപൊളിയാണ്. ഭയങ്കര, അതായത് മലയാളം ഇൻഡസ്ട്രി ഈസ് ലൈക്ക് വേറെ ലെവൽ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ത്രൂ ഔട്ട് ദ മൂവി നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് പൃഥ്വിരാജിന്റെ ഡയറക്ടർ ബ്രില്യൻസ്. സോ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ശരിക്കും ഒരു പ്രൗഡ് മൂമെന്റ് ആണ് ഈ മൂവി എന്ന് തന്നെ ഞാൻ പറയും, അല്ലേ? ശരിക്കും നമുക്ക് ഹോൾ ഇന്ത്യൻ ഇൻഡസ്ട്രി എടുക്കുവാണെങ്കിൽ, ഫിലിം ഇൻഡസ്ട്രി എടുക്കുവാണെങ്കിൽ ഇതേപോലെ ഒരു മൂവി ലൈക്ക് വിത്തൗട്ട് നോ CGI ഇങ്ങനെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഹെലികോപ്റ്റർ സീൻസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോരോ സീൻസ് ആണ്. നിങ്ങളിപ്പം സ്പോയിലർ പറയണില്ല, ഓരോ സീൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം, ഇത് എന്നാ കാണിച്ചു വെച്ചേക്കണേ എന്നൊന്നും പറയാൻ പറ്റൂല. അവിടെ CGI ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അത്രയും നാച്ചുറൽ ആയിട്ടാണ് ഓരോ എക്സ്പ്ലോഷൻ ആണെങ്കിലും, ഹെലികോപ്റ്റർ സീൻസ് ആണെങ്കിലും, ഫൈറ്റ് സീൻസ് ആണെങ്കിലും, എവറിത്തിങ്. ആസ് എ ഓഡിയൻസ് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഡോണ്ട് മിസ് ദ തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് ദിസ് മൂവി. അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും പോയി കാണണം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ മൂവി കണ്ടു എന്ന ഫീലിൽ എന്താണോ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് അതാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. കാരണം ഒരു ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടൊരു മൂവി നിങ്ങൾക്ക് മിസ്സാവരുത്. ലൈക്ക് കുറെ നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് അല്ലെങ്കിൽ കുറെ പ്രെജുഡിയസ് ആയിട്ട് പോയി ഫിലിം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു നല്ല മൂവി എക്സ്പീരിയൻസ് മിസ്സാവരുതെന്ന് വിചാരിച്ച് നമ്മൾ കണ്ട ആ ഒരു സ്ട്രെയിറ്റ് കണ്ടു വന്നു നിങ്ങളോട് ഇരുന്ന് നമ്മൾ റിവ്യൂ പറയുകയാണ്. ബിക്കോസ് അത്രയും ഞങ്ങൾക്ക് അത് ഇഷ്ടമായി. കാരണം ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ഫോർ us. Yeah. That's all, guys.